ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാനൂസ് റെസിപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രി ഇങ്ങനെ വെറുതെ ഇരിക്കണം, നേരത്തെ ചായ അടിക്കാൻ മതി, പിന്നെ എന്താട്ടാ അണ്ട് ഉണ്ടാക്കാനല്ലേ. ഇപ്പോൾ കുറച്ച് മുമ്പ് യൂട്യൂബിൽ ട്രെൻഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു ക്യാരമൽ ടീ തന്നെ ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ചായ ഉണ്ടാക്കുന്ന ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് വെള്ളമൊക്കെ ഉള്ളതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള മധുരമാണ് കേട്ടോ. ഞാൻ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എന്തായാലും അത് നന്നായിട്ടൊന്ന് ക്യാരമൽ ചെയ്തെടുക്കുക. ജസ്റ്റ് തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതാ ഈ രീതിയിലായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് അര ഗ്ലാസ് പാലെന്ന് പറയുന്നത് അര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അര ഗ്ലാസ് വെള്ളം, അര ഗ്ലാസ് പാല്, അപ്പോൾ ഒരു ഗ്ലാസ് ചായ, അങ്ങനെ കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒഴിച്ചാൽ കൊടുക്കുന്ന ഗ്യാപ്പിൽ പഞ്ചസാര ലേശം ഒന്ന് കട്ടായിട്ടുണ്ട്. അപ്പോൾ അത് മെൽട്ടായി വരുന്നവരെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. അത് തിളക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മെൽറ്റ് ആയിക്കോളും. എന്നിട്ട് എന്തായാലും അതിലേക്ക് നമുക്ക് കടുപ്പത്തിന് ആവശ്യമായിട്ടുള്ള ചായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 നുള്ള ഏലക്കായ ഇട്ട് കൊടുക്കാം. ഏലക്കായ പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി പൊടി ഇല്ലെങ്കിൽ 2 ഏലക്കായ കുത്തിച്ചതച്ചിട്ട് കൊടുത്താലും മതി. ഇനി എന്തായാലും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതാ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾക്ക് ചേർത്ത് കൊടുക്കേണ്ട പാൽ ഒഴിച്ച് കൊടുക്കുക. അര ഗ്ലാസ് പാലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ ചായയും ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക. അത്ര തന്നെ ഉള്ളൂ കേട്ടോ ഇതിന് പണി. അപ്പോൾ എന്താ ഇതിന് ഇത്ര പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, പഞ്ചസാര ജസ്റ്റ് ഒന്നിങ്ങനെ ഉരുക്കിങ്ങാണ്ട് ക്യാരമലായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അല്ലാതെ സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് വേറൊരു ഇതൊന്നും പറയാനില്ല ഇനി ചോദിക്കണവരോട്. അപ്പോൾ എന്തായാലും തിളച്ചത് ഓഫ് ചെയ്തതിന് ശേഷം ഒരു കപ്പിലേക്ക് നമുക്കിത് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല കടുപ്പത്തിൽ പാൽച്ചായൊക്കെ കുടിക്കുന്ന ആളുകൾക്ക് എന്തായാലും ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇത് സംഭവം കുടിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ആക്കാൻ നോക്കുക. കടുപ്പത്തിലുള്ള ഒരു അടിപൊളി ചായ കുടിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ ഇതിന് കിട്ടാൻ പോകുന്നത്. വേറൊരു ചെറിയൊരു ടേസ്റ്റ് മാറ്റമൊക്കെ ഉണ്ട്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാനും സാധ്യതയുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനും അല്ലാണ്ട് കടുപ്പത്തിൽ ചായ കുടിക്കുന്ന ഒരാളല്ല, എനിക്ക് വലിയ കടുപ്പം താല്പര്യമല്ല, എന്നാലും ഇത് കിടുമായിരുന്നു. അപ്പോൾ പിന്നെന്താ, എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ എന്തെങ്കിലും റെസിപ്പീസിൻ്റെ കാര്യങ്ങളോ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് തരിക. അപ്പോൾ തീർച്ചയായും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.